ഹായ് ഓൾ, ഇന്ന് നമുക്കൊരു പുതിയ ടോപ്പിക്ക് തുടങ്ങാം. സപ്ലൈ ആൻഡ് ഇറ്റ്സ് ഡിറ്റർമിനൻറ്റ്. എന്താ ഈ സപ്ലൈ? കേട്ടിട്ടില്ലേ? ഡിമാൻഡ് സപ്ലൈ ഒക്കെ നമ്മൾ കുറേ യൂസ് ചെയ്യുന്നൊരു ടേമാണ്. അപ്പോൾ എന്താ സപ്ലൈ എന്ന് നമുക്ക് നോക്കാം. സപ്ലൈ റെഫേഴ്സ് ടു ക്വാണ്ടിറ്റി ഓഫ് കമോഡിറ്റി വിത്ത് സപ്ലയർ ഓർ സെല്ലർ ആർ വില്ലിംഗ് ടു പ്രൊഡ്യൂസ് ഓർ ഓഫർ ഫോർ സെയിൽ അറ്റ് എ പെർട്ടിക്കുലർ പ്രൈസ് ഇൻ എ ഗിവൺ മാർക്കറ്റ് അറ്റ് എ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. എന്താ സപ്ലൈ? ഒരു നിശ്ചിത ക്വാണ്ടിറ്റി സപ്ലയർ, അതായത് പ്രൊഡ്യൂസർ, വില്ലിംഗ് ടു സെൽ അറ്റ് എ ഡിഫറെൻറ്റ് പോസിബിൾ പ്രൈസ് ഓഫ് എ കമോഡിറ്റി അറ്റ് എ പോയിൻ്റ് ഓഫ് ടൈം. അതാണ് ഈ സപ്ലൈ എന്ന് വിൽക്കുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ അത് നോക്കണ്ടേ? വില്ലിംഗ് ടു സെല്ലാണ്, അറ്റ് എ ഡിഫറെൻറ്റ് പോസിബിൾ പ്രൈസാണ്, അറ്റ് എ പോയിൻ്റ് ഓഫ് ടൈം. ഈ 3 പോയിൻ്റ് ഒന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ട് വേണം സപ്ലൈൻ്റെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സപ്ലൈ എന്താണെന്ന് കണ്ടല്ലോ. ഇനി സപ്ലൈ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കുക. സപ്ലൈ ഫംഗ്ഷൻ ഈസ് ദ ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ഇൻ സപ്ലൈ ഓഫ് ദ കമോഡിറ്റി ആൻഡ് ഇറ്റ്സ് വേരിയസ് ഡിറ്റർമിനൻറ്റ്. അപ്പോൾ എന്താ സപ്ലൈ ഫംഗ്ഷൻ? സപ്ലൈ ഫംഗ്ഷൻ ഈസ് ദ ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സപ്ലൈ ഓഫ് എ കമോഡിറ്റി ആൻഡ് ഇറ്റ്സ് വേരിയസ് ഡിറ്റർമിനൻറ്റ്സ്. എന്തൊക്കെയാണ് ഡിറ്റർമിനൻറ്റ്സ്? പ്രൈസ് ഓഫ് ദ കമോഡിറ്റി, പ്രൈസ് ഓഫ് റിലേറ്റഡ് കമോഡിറ്റി, നമ്പർ ഓഫ് ഫേം, ഗോൾ ഓഫ് ദ ഫേം, പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ടെക്നോളജി, എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ പ്രൈസ്, ഗവൺമെൻറ് പോളിസി. ഇതൊക്കെയാണ് ഡിറ്റർമിനൻറ്റ്സ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രൈസ് ഓഫ് ദ കമോഡിറ്റി. പ്രൈസും ക്വാണ്ടിറ്റി സപ്ലൈയും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പാണുള്ളത്. എങ്ങനെയാണ്? പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈയും ഇൻക്രീസ് ചെയ്യും, പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈയും ഡിക്രീസ് ചെയ്യുക. അപ്പോൾ അത് തമ്മിൽ ഒരു പോസിറ്റീവ് റിലേഷനാണുള്ളത്, അതായത് ഡയറക്റ്റ് റിലേഷൻഷിപ്പാണുള്ളത് പ്രൈസും ക്വാണ്ടിറ്റി സപ്ലൈഡും തമ്മിൽ. മറക്കില്ലല്ലോ, ദർ ഇസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് അഥവാ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഓഫ് ദ കമോഡിറ്റി ആൻഡ് ഇറ്റ്സ് ക്വാണ്ടിറ്റി സപ്ലൈഡ്. അടുത്ത പോയിൻ്റാണ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. സപ്ലൈ ഓഫ് എ ഗുഡ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ഓൾസോ. അങ്ങനെ വെച്ചാൽ പ്രൊഡ്യൂസർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു 2 കമോഡിറ്റി അത് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ടീയും കോഫി തന്നെ നമ്മൾ എടുക്കുന്നത്. ടീൻ്റെ വില കൂടുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണല്ലോ ടീയും കോഫി. പ്രൊഡ്യൂസർ എന്താണെന്ന് വിചാരിക്കുക, ടീൻ്റെ വില കൂടിയല്ലോ, ഞാൻ കുറേ കൂടി ടീ അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യുക, ടീ ഒന്ന് സപ്ലൈ ചെയ്യുക, അപ്പോൾ എനിക്ക് അത്രത്തോളം പ്രോഫിറ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിക്കുക. അടുത്ത ഡിറ്റർമിനൻ്റ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഫേംസ് ആണ്. നമ്പർ ഓഫ് ഫേംസ്, എത്രത്തോളം നമ്പർ ഓഫ് ഫേംസ് കൂടുന്നു അത്രത്തോളം മാർക്കറ്റ് സപ്ലൈ ഇൻക്രീസ് ചെയ്യും. നമ്പർ ഓഫ് ഫേംസ് കൂടുമ്പോൾ മാർക്കറ്റ് സപ്ലൈ ഇൻക്രീസ് ചെയ്യും. ഫേം ഡിക്രീസ് ചെയ്യുമ്പോൾ, ഇഫ് ദർ ഇസ് എ ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് ഫേംസ് ഇംപ്ലൈസ് ദ ഡിക്രീസ് ഇൻ മാർക്കറ്റ് സപ്ലൈ. അപ്പോൾ എങ്ങനെയാണ്? നമ്പർ ഓഫ് ഫേംസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മാർക്കറ്റ് സപ്ലൈ കൂടും, ഡിക്രീസ് ചെയ്യുമ്പോൾ മാർക്കറ്റ് സപ്ലൈ കുറയും. അടുത്ത പോയിന്റ് ഗോൾ ഓഫ് ദ ഫേം ആണ്. ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം 2 ഗോൾ ഉണ്ടാക്കുക. ഒന്നിക്കിൽ കുറേ പ്രോഫിറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവരെ പ്രോഡക്റ്റ് നന്നായി സെയിൽ ചെയ്യണം. ഇങ്ങനെ 2 ഗോൾ ഉണ്ടാവുക. ഇപ്പം കുറേ പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ള ഗോളുള്ളൊരു ഫേം ആണെങ്കിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ പൈസ നല്ല കൂട്ടിയിട്ട് വിൽക്കും. ഇനി പൈസ കൂടുന്ന സമയം ഒരുപാട് സപ്ലൈ ചെയ്യും. നേരെ മറിച്ച് ഇപ്പം എന്താ പറയുക, സെയിലാണ് കൂടുതലായിട്ട് കാണേണ്ട ഫേം എന്ന് വിചാരിച്ചാൽ സെയിൽ മാക്സിമൈസേഷനിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഫേം എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ മോർ വിൽ ബി സപ്ലൈഡ് ഈവൺ അറ്റ് ദ സെയിം പ്രൈസ്. അതേ പ്രൈസ് തന്നെയാണെങ്കിൽ ഒരുപാടങ്ങ് സപ്ലൈ ചെയ്ത് മാക്സിമൈസേഷനോ സെയിൽ നോക്കും. അടുത്തൊരു പോയിന്റ് വരുന്നത്, അടുത്ത പോയിൻ്റാണ് പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അറിയോ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓണ്ടർപ്രണർഷിപ്പ്, അല്ലെ ഓർഗനൈസേഷൻ, അതൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇതെങ്ങനെയാണ് ഡിറ്റർമിനൻ്റ് ആവണതെന്ന് നമുക്ക് നോക്കാം. ഫാക്ടർ പ്രൈസ് ഡിക്രീസ് ചെയ്ത്, അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും അങ്ങ് ഡിക്രീസ് ചെയ്യുക. അപ്പോൾ ഒരുപാട് കമോഡിറ്റി നമുക്ക് വിൽക്കാൻ പറ്റും ആ നിലവിലുള്ള എക്സിസ്റ്റിംഗ് പ്രൈസിൽ. നേരെ മറിച്ച് ഫാക്ടർ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക? നിലവിലുള്ള പൈസയിൽ ആ എക്സിസ്റ്റിംഗ് പ്രൈസിൽ ലെസ് കമോഡിറ്റി മാത്രമേ നമുക്ക് സപ്ലൈ ചെയ്യാൻ വിൽക്കാൻ പറ്റും. ഇനി സപ്ലൈ ഓഫ് എ കമോഡിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന അടുത്തൊരു പോയിൻ്റാണ് ചേഞ്ച് ഇൻ ടെക്നോളജി. ടെക്നോളജിയിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്ന്, അതായത് ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ ടെക്നോളജി, ആ ടെക്നിക്ക് ഓഫ് പ്രൊഡക്ഷനിൽ വന്നാൽ എന്താ ചെയ്യുക? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അങ്ങ് റെഡ്യൂസ് ചെയ്യും. നല്ല അടിപൊളി ടെക്നോളജി ആണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യേണ്ട കോസ്റ്റ് അങ്ങ് ഡിക്രീസ് ചെയ്യും. അപ്പം മോർ കമോഡിറ്റി ക്യാൻ ബി സപ്ലൈഡ് അറ്റ് എ എക്സിസ്റ്റിംഗ് പ്രൈസ്. ആ ഒരു പ്രൈസിൽ ഒരുപാട് കമോഡിറ്റി സപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് ചേഞ്ച് ഇൻ ടെക്നോളജി. ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പോയിന്റ് എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ പ്രൈസ്.
ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ വിചാരിക്കുന്നു, വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ പൈസ നല്ലോണം കൂടും, അപ്പം ഇപ്പം കുറച്ച് മാത്രം സപ്ലൈ ചെയ്യും, അപ്പോൾ സപ്ലൈ അങ്ങ് റെഡ്യൂസ് ചെയ്യും. ചിലർ വിചാരിക്കും, അയ്യോ നാളെ അല്ലെ അടുത്ത ദിവസങ്ങളിൽ പൈസ വല്ലാണ്ട് അങ്ങ് കുറയുന്നു, അപ്പം എന്താ ചെയ്യുക, ഇപ്പം കറണ്ടായിട്ട് സപ്ലൈ അങ്ങ് ഇൻക്രീസ് ചെയ്യും. അതാണ് എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ പ്രൈസ്. അപ്പം എങ്ങനെയാണ്, പ്രൈസ് കൂടുമെന്ന് വിചാരിച്ചാൽ സപ്ലൈ അങ്ങ് കുറക്കും, പ്രൈസ് കുറയുമെന്ന് വിചാരിക്കുന്നതാണ് സപ്ലൈ അങ്ങ് കൂട്ടും. അടുത്ത ഗവൺമെൻറ് പോളിസി. ഗവൺമെൻറ് പോളിസിയിൽ മെയിനായിട്ട് വരുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ടാക്സേഷൻ, രണ്ടാമത് സബ്സിഡി. ഈ ടാക്സ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സപ്ലൈ കുറയും. ഒരു സാധനത്തിൽ വലിയ ടാക്സ് ആണെങ്കിൽ അതിൻ്റെ സപ്ലൈ കുറയുക ചെയ്യുക. നേരെ മറിച്ച് സബ്സിഡി ആണെങ്കിൽ അതിൽ ഒരു സബ്സിഡി ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സപ്ലൈ കൂടുക ചെയ്യുക. ടാക്സ് ആണെങ്കിൽ കുറയും, സബ്സിഡി ആണെങ്കിൽ സപ്ലൈ കൂടും. അപ്പം നമ്മൾ ഇത്ര സമയം എന്തെല്ലാം പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടല്ലോ. എന്താ സപ്ലൈ എന്ന് നോക്കി അല്ലേ, പിന്നെന്താ നോക്കിയേ, വാട്ട് ആർ ദ ഡിറ്റർമിനൻറ്റ്സ് ഓഫ് സപ്ലൈ, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, നമ്പർ ഓഫ് ഫേംസ്, ഗോൾ ഓഫ് ദ ഫേം, പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ചേഞ്ച് ഇൻ ടെക്നോളജി, എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ പ്രൈസ്, ഗവൺമെൻറ് പോളിസി. ഇതൊക്കെയാണ് നമ്മൾ നോക്കിയത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ അല്ലേ. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. ലോ ഓഫ് സപ്ലൈ. When other thing remaining the constant, when the price increases, quantity supply also increases. എങ്ങനെയാ, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈയും ഇൻക്രീസ് ചെയ്യും, പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈ ഡിക്രീസ് ചെയ്യുക. അത് തമ്മിൽ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പാണെന്നുള്ളത്, ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പാണുള്ളത്. എന്തൊക്കെ തമ്മിൽ, പ്രൈസും ക്വാണ്ടിറ്റി സപ്ലൈയും തമ്മിൽ. അതിനെയാണ് നമ്മൾ ലോ ഓഫ് സപ്ലൈ എന്ന് വിളിക്കുന്നത്. ദർ ഇസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈ. അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാപ്പോൾ, ഗ്രാഫ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും, താഴ്ന്ന് അങ്ങ് മേലോട്ടേക്ക് പോകുന്നതായിരിക്കും. നമുക്കൊരു ടേബിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. പ്രൈസ് 10 ആകുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് 5 ആണ്, പ്രൈസ് 11 ആകുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് 6 ആയി, 12 ആകുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് 7 ആയി, 13 ആകുമ്പോൾ 8, 14 ആകുമ്പോൾ 9, 15 റുപ്പീസ് ആകുമ്പോൾ 10 ആയി, 16 ആകുമ്പോൾ നിങ്ങൾക്ക് 11 ആയി. പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി സപ്ലൈഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതപ്പോൾ നമ്മൾ ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യുമ്പോൾ എക്സ് ആക്സിസിൽ നമ്മൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് മാർക്ക് ചെയ്യും, വൈ ആക്സിസിൽ നമ്മൾ പ്രൈസ് മാർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഓരോ പോയിൻറ്റും നമ്മളിങ്ങനെ പ്ലോട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഗ്രാഫ് എന്ന് വെച്ചാൽ പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കും അല്ലേ. മേലേന്ന് അപ്വേർഡ് സ്ലോപ്പ്, ലെഫ്റ്റ് ടു റൈറ്റിലേക്കായിരിക്കും. സപ്ലൈ ക്ലിയർ ആണല്ലോ. പ്രൈസ് ഇൻക്രീസസ്, ക്വാണ്ടിറ്റി സപ്ലൈ ഓൾസോ ഇൻക്രീസസ്. അതായത് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈ. ഈ ലോ ഓഫ് സപ്ലൈക്ക് കുറച്ച് അസംഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ദർ ഇസ് നോ ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷനിലൊന്നും അതിൻ്റെ പൈസയിലൊന്നും ഒരു ചേഞ്ച് ഇല്ല, റിമൈനിങ് കോൺസ്റ്റൻറ്റ്. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അടുത്ത പോയിൻറ്റോ, ദർ ഇസ് നോ ചേഞ്ച് ഇൻ ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ. 2 തരം ടെക്നിക്ക് ഉണ്ട്, ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്കോ. ആ ടെക്നിക്സിലൊന്നും ഒരു ചേഞ്ചും ഇല്ല. മൂന്നാമത്തെ അസംഷൻ പറയുന്നത് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഗോൾ ഓഫ് ദ ഫേം. ഗോൾ ഓഫ് ദ ഫേമും ഒരു ചേഞ്ചും ഇല്ല. എന്തൊക്കെയാകാം, ഒന്നുകിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആകാം, അല്ലെങ്കിൽ സെയിൽസ് മാക്സിമൈസേഷൻ ആകാം. അതെന്താണോ അതുപോലെ തന്നെ ഒരു ചേഞ്ചും ഇല്ലാണ്ട് തുടരുന്നു. അടുത്ത പോയിന്റ്, ദർ ഇസ് നോ ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. റിലേറ്റഡ് ഗുഡ്സ് തമ്മിൽ പ്രൈസിൽ ഒരു ചേഞ്ചും ഇല്ല. അടുത്ത പോയിന്റ് വരുന്നത്, producer do not expect change in the price of commodity in the next or near future. എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ പ്രൈസിൽ ഒരു ചേഞ്ചും ഇല്ലയെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് അസംഷൻസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എക്സെപ്ഷൻ കേസ് എന്താ നോക്കാം. എക്സെപ്ഷൻ കേസിൽ ആദ്യം പറയുന്നത് വെച്ചാൽ ലോ ഓഫ് സപ്ലൈ കനോട്ട് സ്ട്രിക്ട്ലി അപ്ലൈഡ് ഇൻ അഗ്രികൾച്ചർ പ്രോഡക്റ്റ്. അഗ്രികൾച്ചർ പ്രോഡക്റ്റിൻ്റെ കേസിൽ ഈ ലോ ഓഫ് സപ്ലൈ നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം കലാമിറ്റീസിൻ്റെ ടൈമൊക്കെ ദർ വിൽ ബി ഫോൾ ഇൻ ദ പ്രൊഡക്ഷൻ. അപ്പോൾ സപ്ലൈ വിൽ നോട്ട് ഇൻക്രീസസ്, ഹവർ ദർ വിൽ ബി ഹയർ പ്രൈസ്. അതൊരു എക്സെപ്ഷൻ കേസാണ്. ലോ ഓഫ് സപ്ലൈക്ക് നമുക്ക് പറയാൻ പറ്റില്ല, എന്താ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈ ഇൻക്രീസ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. The point is, supply of goods having social distinction will remain limited even if the price tends to rise. സോഷ്യൽ ഡിസ്റ്റിങ്ഷൻ എന്ന് വെച്ചാൽ സൊസൈറ്റിയിൽ ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഗുഡ്സ്, അതിനാണ് സോഷ്യൽ ഡിസ്റ്റിങ്ഷൻ ഗുഡ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ പൈസ കുറഞ്ഞാലും സപ്ലൈ റിമെയിനിങ് സെയിം ആണ്. അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ സെല്ലർ മേ ബി വില്ലിംഗ് ടു സെൽ മോർ യൂണിറ്റ് ഓഫ് പെരിഷബിൾ കമോഡിറ്റി അറ്റ് എ ലോവർ പ്രൈസ്. വേഗം ചീത്തയായി പോകുന്ന കമോഡിറ്റി ഇല്ലേ, അത്
ലോ പ്രൈസിലാണെങ്കിലും വിൽക്കേണ്ടി വരും. അതൊരു എക്സെപ്ഷൻ കേസാണ്. അപ്പോൾ ലോ ഓഫ് സപ്ലൈ എന്താണെന്ന് മനസ്സിലായി. ലോ ഓഫ് സപ്ലൈൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ മനസ്സിലായി. അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. അതിൻ്റെ അസംഷൻസ് നമ്മൾ കണ്ടു. ഇപ്പോൾ ഇത് എക്സെപ്ഷൻ കേസും കണ്ടു. ആ ലോ ഓഫ് സപ്ലൈ ടോപ്പിക്ക് ക്ലിയർ ആണല്ലോ. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ്, മൂവ്മെൻറ്റ് അലോങ് ദ കേവ്. കേവിൻ്റെ ഇതിൽ തന്നെ കാണിക്കുന്നത് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈ. അതിൽ മാർക്കറ്റിൽ ഷിഫ്റ്റ് വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ചേഞ്ച് ഇൻ സപ്ലൈ എന്ന് വിളിക്കുക. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈയും ഉണ്ട്, ചേഞ്ച് ഇൻ സപ്ലൈയും ഉണ്ട്. ഒരേ ലൈനിൽ തന്നെ ചേഞ്ച് വരുന്നത് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. എക്സ്പാൻഷൻ എന്താണെന്ന് വെച്ചാൽ മോർ ഈസ് സപ്ലൈഡ് ഇൻ റെസ്പോൺസ് ടു ഇൻക്രീസ് ഇൻ പ്രൈസ്. കുറേ സപ്ലൈ ചെയ്യും പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ. മോർ ഈസ് സപ്ലൈഡ് വെൻ ഇൻക്രീസ് ഇൻ പ്രൈസ്, അതാണ് എക്സ്പാൻഷൻ. ഒരു എക്സ്റ്റൻഷൻ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ്. എക്സ്പാൻഷൻ അല്ലെ എക്സ്റ്റൻഷൻ ഓഫ് സപ്ലൈ. മോർ ഈസ് സപ്ലൈഡ് വെൻ പ്രൈസ് ഈസ് റൈസിങ്. ഈ കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈ എന്ന് വെച്ചാൽ എന്നാ, ലെസ് ഈസ് സപ്ലൈഡ് ഇൻ റെസ്പോൺസ് ടു ഡിക്രീസ് ഇൻ പ്രൈസ്. എങ്ങനെയാ? ലെസ് ഈസ് സപ്ലൈഡ് ഇൻ കേസ് ഓഫ് ഡിക്രീസ് ഇൻ പ്രൈസ്. നമുക്ക് ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. എക്സ് ആക്സിസിൽ നമ്മൾ ക്വാണ്ടിറ്റി സപ്ലൈ എന്ന് മെൻഷൻ ചെയ്തിട്ടില്ലേ, വൈ ആക്സിസിൽ പ്രൈസ്. അപ്പോൾ എക്സ്പാൻഷൻ്റെ ടൈം ആ ഗ്രീൻ ലൈനിലാണ് എക്സ്പാൻഷൻ കാണിക്കുന്നത്. മോർ ഈസ് സപ്ലൈഡ് വെൻ പ്രൈസ് ഇൻക്രീസസ്. റെഡ് ലൈനിൽ കാണിക്കുന്നത് കോൺട്രാക്ഷൻ ആണ്. ലെസ് ഈസ് സപ്ലൈഡ് വെൻ പ്രൈസ് ഡിക്രീസസ്. ക്ലിയർ ആണല്ലോ? എക്സ്പാൻഷൻ ഓർ എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈ. ഇനി അടുത്ത് വരുന്നതാണ് ചേഞ്ച് ഇൻ സപ്ലൈ. ചേഞ്ച് ഇൻ സപ്ലൈ എന്ന് വെച്ചാൽ ഒന്നിക്കൽ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ലെങ്കിൽ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എന്ത്? നമ്മളെ സപ്ലൈ കേവ്. അതിനെയാണ് നമ്മൾ ചേഞ്ച് ഇൻ സപ്ലൈ എന്ന് വിളിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇൻക്രീസ് ഇൻ സപ്ലൈ, അതായത് ഫോർവേഡ് ഷിഫ്റ്റ്, റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഇൻ സപ്ലൈ എന്താണെന്ന് നോക്കാം. ഇൻക്രീസ് ഇൻ സപ്ലൈ occur when quantity supplied increases at existing price of the commodity. നോക്കേ, ഗ്രാഫ് നോക്കാം. ഇനി എന്നിട്ട് നമുക്ക് എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി, വൈ ആക്സിസിൽ പ്രൈസ് ആണുള്ളത്. പ്രൈസിൽ ഒരു ചേഞ്ചും ഇല്ല, പ്രൈസ് റിമൈനിങ് ദ കോൺസ്റ്റൻറ്റ്. സപ്ലൈ എന്താ? എസ് നിന്ന് S2ലേക്ക് അങ്ങ് ഷിഫ്റ്റ് ചെയ്ത്, അതിനെയാണ് നമ്മൾ ഫോർവേഡ് ഷിഫ്റ്റ് ഓഫ് സപ്ലൈ എന്ന് വിളിക്കുന്നത്. ഇൻക്രീസ് ഇൻ സപ്ലൈക്ക് കുറച്ച് കാരണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന്. ആദ്യം തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ ടെക്നോളജിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ സപ്ലൈ കർവ് എന്താ ചെയ്യുക? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, ഇൻക്രീസിങ് ഷിഫ്റ്റ് ഉണ്ടാവുക. പിന്നെ റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കോസിങ് ദ ഫോൾ ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. റിഡക്ഷൻ ഇൻ ഫാക്ടറി പ്രൈസ്. നിങ്ങൾ പോയിൻറ്റ്സ് മാത്രം നോക്കിയാൽ മതി, എക്സ്പ്ലനേഷൻ വേണമെന്നില്ല. ജസ്റ്റ് ചോദിക്കുമ്പോൾ പോയിൻറ്റ്സ് മാത്രം എഴുതിയാൽ മതിയോ. പിന്നെ ഡിക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് കോമ്പീറ്റിംഗ് ഗുഡ്സ്. പിന്നെ ഇൻക്രീസിങ്ങിന് കാരണം ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഫേംസ്, ഹൈ ബിസിനസ് എക്സ്പെക്റ്റേഷൻ, ഷിഫ്റ്റ് ഇൻ ദ ഗോൾ ഓഫ് ദ ഫേം ടു സെയിൽസ് മാക്സിമൈസേഷൻ. പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ നിന്നും സെയിൽസ് മാക്സിമൈസേഷനിലാകാൻ. ഡിക്രീസ് ഇൻ ടാക്സേഷൻ. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നത്. ഇൻക്രീസ് ഇൻ സപ്ലൈക്ക് കാരണങ്ങളെ ഇതൊക്കെ. ഒന്നും കൂടി: ഇംപ്രൂവ്മെൻറ്റ് ഇൻ ടെക്നോളജി, റിഡക്ഷൻ ഇൻ ഫാക്ടർ പ്രൈസ്, ഡിക്രീസ് ഇൻ പ്രൈസ് ഓഫ് കോമ്പീറ്റിംഗ് പ്രോഡക്റ്റ്, ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഫേംസ്, എക്സ്പെക്റ്റഡ് fall in price in near future, shift in the goal from profit maximization to sales maximization. അപ്പോൾ ഇൻക്രീസ് ഇൻ സപ്ലൈയും അതിൻ്റെ കാരണങ്ങളും ക്ലിയർ അല്ലേ? ബാക്ക്വേർഡ് ഷിഫ്റ്റ് ഇൻ സപ്ലൈ കർവ് അഥവാ ഡിക്രീസ് ഇൻ സപ്ലൈ. അങ്ങനെ വെച്ചാൽ ഡിക്രീസ് ഇൻ സപ്ലൈ occur when quantity supplied decreases at existing price of the commodity. ക്വാണ്ടിറ്റി സപ്ലൈ ഡിക്രീസ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ ഡിക്രീസ് ഇൻ സപ്ലൈ എന്ന് വിളിക്കുന്നത്, അഥവാ ബാക്ക്വേർഡ് ഷിഫ്റ്റ് ഇൻ സപ്ലൈ കർവ്. നമുക്ക് ഗ്രാഫിക്കലി പറയുകയാണെങ്കിൽ ക്വാണ്ടിറ്റി സപ്ലൈഡ് എക്സ് ആക്സിസിലും പ്രൈസ് വൈ ആക്സിസിലുമാണ് മെഷർ ചെയ്യുന്നത്. പ്രൈസ് റിമൈനിങ് ദ സെയിം, ക്വാണ്ടിറ്റി സപ്ലൈ അങ്ങ് കുറയാണ്. മുന്നേ ഉണ്ടായ എസ്സിൽ നിന്ന് S1ലേക്ക് ബാക്ക്വേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് അല്ലേ? അതിനെയാണ് നമ്മൾ ഡിക്രീസ് ഇൻ സപ്ലൈ അഥവാ ബാക്ക്വേർഡ് ഷിഫ്റ്റ് ഇൻ സപ്ലൈ കർവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻക്രീസിങ് ഷിഫ്റ്റും ഡിക്രീസിങ്ങും പറഞ്ഞു. ഇനി ഡിക്രീസിങ്ങിന് എന്തൊക്കെ കാരണങ്ങളെന്ന് നമുക്ക് നോക്കാം. നേരത്തെ ഇൻക്രീസിങ് ഷിഫ്റ്റിന് പറഞ്ഞ കാര്യങ്ങളിൽ നേരെ ഓപ്പോസിറ്റായിട്ട് ഡിക്രീസിങ് സപ്ലൈൻ്റെ കാരണങ്ങൾ എഴുതിയാൽ മതി. ആദ്യത്തത് ഔട്ട്ഡേറ്റഡ് ടെക്നോളജി. എന്താ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി, പഴയ ടെക്നോളജിയിൽ യൂസ് ചെയ്തിട്ട് ഉള്ള കാര്യങ്ങൾ. പിന്നെ ഇൻക്രീസ് ഇൻ ഫാക്ടർ പ്രൈസ്, ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് കോമ്പീറ്റിംഗ് പ്രോഡക്റ്റ്, ഡിക്രീസിങ് നമ്പർ ഓഫ് ഫേം. ഡിക്രീസിങ് നമ്പർ ഓഫ് ഫേം ആകുമ്പോൾ തന്നെ മാർക്കറ്റ് സപ്ലൈ അങ്ങ് കുറയും.
അതുകൊണ്ടാണ് ഇതൊരു കാരണമായിട്ട് എടുക്കുന്നത്. പിന്നെ ലോ ബിസിനസ് എക്സ്പെക്റ്റേഷൻ, ഷിഫ്റ്റ് ഇൻ ഗോൾ ഓഫ് ദ ഫേം ടു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. സെയിൽസ് മാക്സിമൈസേഷൻ എന്ന ഗോളിൽ നിന്ന് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഗോളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ സപ്ലൈ കർവ് ഡിക്രീസ് ആകുക ചെയ്യുക. ഇൻക്രീസ് ഇൻ ടാക്സേഷൻ, ടാക്സ് കൂടുമ്പോൾ സപ്ലൈ കർവ് അങ്ങ് ഡിക്രീസ് ആവുക ചെയ്യുക, ബാക്ക്വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക ചെയ്യുക. ഇതൊക്കെയാണ് ഡിക്രീസിങ് സപ്ലൈക്കുള്ള കാരണങ്ങൾ. ഇൻക്രീസിങ് സപ്ലൈയും ഡിക്രീസിങ് സപ്ലൈയും ഒരു ഗ്രാഫിൽ ജസ്റ്റ് കാണിച്ചുകൊണ്ട് പറയാം കേട്ടോ. ഒരു ഗ്രാഫ് വരച്ചു. എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി, വൈ ആക്സിസിൽ പ്രൈസ്. അപ്പോൾ S1 ആയിരുന്നു ഇനീഷ്യൽ സപ്ലൈ കർവ്. അതപ്പോൾ ഇൻക്രീസിങ് ഷിഫ്റ്റ് ആണെങ്കിൽ അത് S2ലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, റൈറ്റ് വേർഡാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഡിക്രീസിങ് ആണെങ്കിൽ S3ലേക്ക് ആണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഡിക്രീസിങ് സപ്ലൈ മനസ്സിലായല്ലോ അല്ലേ? അടുത്ത ഭാഗമൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ് എടുത്ത് ഒന്നുകൂടി ഷോർട്ടായിട്ട് പറയാം അല്ലേ? എന്താ സപ്ലൈ നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ? എന്താ സപ്ലൈ? ദ പ്രൊഡ്യൂസർ ആർ റെഡി ടു സെൽ അറ്റ് എ സ്പെസിഫിക് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. അതിന് കുറേ ഡിറ്റർമിനൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, നമ്പർ ഓഫ് ഫേംസ്, ഗോൾ ഓഫ് ദ ഫേം, പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ചേഞ്ച് ഇൻ ടെക്നോളജി, എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ പ്രൈസ്, ഗവൺമെൻറ് പോളിസി അല്ലേ? പിന്നെ നമ്മളെന്താ നോക്കിയേ? എന്താ ലോ ഓഫ് സപ്ലൈ നോക്കി. എന്താ ലോ ഓഫ് സപ്ലൈ? പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈയും ഇൻക്രീസ് ചെയ്യുക. അവർ തമ്മിലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പാണുള്ളത്. ദർ ഇസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ്. പിന്നെ നമ്മൾ അതിൻ്റെ അസംഷൻസ് നോക്കി, അതിൻ്റെ എക്സ്പെക്റ്റേഷൻ ഓഫ് ലോ ഓഫ് സപ്ലൈ നോക്കി അല്ലേ? അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈയും ചേഞ്ച് ഇൻ സപ്ലൈയും നോക്കി. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈയിൽ നമ്മൾ എന്താ പറഞ്ഞത്? എക്സ്റ്റൻഷൻ ഓഫ് സപ്ലൈയും പറഞ്ഞു, കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈയും പറഞ്ഞു. എക്സ്റ്റൻഷൻ ഓഫ് സപ്ലൈ പറഞ്ഞത് മോർ ഈസ് സപ്ലൈഡ് വെൻ ദർ ഈസ് ഇൻക്രീസ് ഇൻ പ്രൈസ്, അത് എക്സ്റ്റൻഷൻ. ലെസ് ഈസ് സപ്ലൈഡ് വെൻ ദർ ഈസ് എ ഡിക്രീസ് ഇൻ പ്രൈസ്, അത് കോൺട്രാക്ഷനും പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ചേഞ്ച് ഇൻ സപ്ലൈ ആണ്. ഇൻക്രീസ് ഇൻ സപ്ലൈ ഉണ്ട്, ഡിക്രീസ് ഇൻ സപ്ലൈ ഉണ്ട്. ഇൻക്രീസ് ആണെങ്കിൽ നമ്മളെ സപ്ലൈ കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഡിക്രീസ് ആണെങ്കിൽ ലെഫ്റ്റിലേക്ക്. ക്ലിയർ ആണല്ലോ? സപ്ലൈനെ കുറിച്ച് എത്രയോ പറയാനുള്ളൂ. അപ്പോൾ ശരി, താങ്ക് യു.